ഇന്ത്യയുടെ ആദ്യ സൂര്യപഠന ഉപഗ്രഹം ആദിത്യ L1 വിജയം വൈകുന്നേരം 4:15 ഹാലോ ഓർബിറ്റിലേക്ക് പ്രവേശിച്ചു. ഇതോടെ ഒന്നാം ലാഗ്രാഞ്ച് പോയിന്റിൽ ഉപഗ്രഹം എത്തിക്കുന്ന നാലാമത്തെ ബഹിരാകാശ ഏജൻസിയായി ISRO മാറി. 127 ദിവസവും 15 ലക്ഷം കിലോമീറ്ററും നീണ്ട യാത്ര പൂർത്തിയാക്കി ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യം ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്തെത്തി. പേടകം ഒന്നാം ലഗ്രാഞ്ച് ബിന്ദുവിൽ എത്തിയതായി ISRO സ്ഥിരീകരിച്ചു. ഇതോടെ ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യമാണ് വിജയകരമായി ലക്ഷ്യസ്ഥാനത്തെത്തിയിരിക്കുന്നത്. ഇതിനുള്ള അവസാന കടമ്പയായ ഭ്രമണപഥമാറ്റം വിജയകരമായി പൂർത്തിയായിരിക്കുന്നു. ഈ നേട്ടം കൈവരിക്കുന്ന 5ാമത്തെ ബഹിരാകാശ ഏജൻസിയാണ് ISRO. 5 വർഷം ഇവിടെ തുടർന്ന് സൂര്യനെക്കുറിച്ച് പഠിക്കുകയാണ് ദൗത്യത്തിന്റെ ലക്ഷ്യം. അതിവേഗം സഞ്ചരിക്കുന്ന പേടകത്തിലെ ത്രസ്റ്ററുകളെ കമാൻഡുകളിലൂടെ പ്രവർത്തിപ്പിച്ചാണ് ഭ്രമണപഥമാറ്റം നടത്തിയത്. സൂര്യനും ഭൂമിക്കുമിടയിൽ ഇവ രണ്ടിന്റെയും സ്വാധീനം തുല്യമായ L1 ബിന്ദുവിലെ പ്രത്യേക സാങ്കല്പിക ഭ്രമണപഥത്തിൽ എത്തിയതോടെ ഇനി അധിക ഇന്ധനം ഉപയോഗിക്കാതെ ദീർഘകാലത്തേക്ക് പേടകത്തെ ഇവിടെ നിലനിർത്താം. സൂര്യനെ കൂടുതൽ അടുത്തുനിന്ന് നിരീക്ഷിക്കുവാനും പഠിക്കുവാനുമായി 2023 സെപ്റ്റംബർ 2 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ആദിത്യ L1 നിക്ഷേപിച്ചത്. ആദിത്യ എത്തുന്ന L1 ബിന്ദുവിൽ നിന്ന് സൂര്യനിലേക്ക് 14.85 കോടി കിലോമീറ്റർ ഉണ്ട്. ബംഗളൂരുവിലെ ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്കാണ് ഉപഗ്രഹത്തെ നിയന്ത്രിക്കുന്നത്. ലോകത്തിനു മുമ്പിൽ ഇന്ത്യയുടെ ഏറ്റവും വിജയകരമായ ദൗത്യമായി മാറിയിരിക്കുകയാണ് ആദിത്യ L1. സയൻസ് ഡെസ്ക്, കൈരളി ന്യൂസ്.